അപ്പൊ നമ്മുടെ ഓറിയന്റേഷൻ സെഷനിൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് സിലബസ് റീകോർഡിംഗ് സെഷനിലാണ്. സോ നമ്മുടെ ഓറിയന്റേഷന്റെ തീമും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്താണ് പറയുന്നത്, നമ്മളെ തന്നെ മനസ്സിലാക്കി, നമ്മളെ തന്നെ നമ്മുടെ കഴിവുകളെ മീൻസ് ഡിസ്കവർ ചെയ്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പഠിച്ച്, അതായത് ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റുന്ന അത്രയും നോളേജ് കയ്യിലെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡ്രീംസിനെ അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു തീമിലാണ് നമ്മുടെ ഓറിയന്റേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഡേയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാംഗ്വേജിനെ സംബന്ധിച്ച് ഇത് നമ്മുടെ 8ാമത്തെ ഓറിയന്റേഷൻ സെഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ സബ്ജക്റ്റ് എന്താണ് എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്ത് പറഞ്ഞുതരാനായിട്ടും അതിലെ സിലബസിൽ എന്തൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത്, എക്സ്പെഷ്യലി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ സിലബസ് ആണ്. ഏതൊക്കെ പേപ്പേഴ്സ് വരുന്നുണ്ട്, ഓരോ പേപ്പറിനും എത്ര മാർക്ക് വീതമാണ് അല്ലെങ്കിൽ എത്ര ക്രെഡിറ്റ് വീതമാണ്, സോ എങ്ങനെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, അസൈൻമെന്റ്സ് ഒക്കെ എങ്ങനെ വളരെ കൃത്യമായി നമുക്ക് സബ്മിറ്റ് ചെയ്യാം, ടേം ആൻഡ് എക്സാമിനേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത്, എപ്പോഴാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം, അതായത് വൺസ് നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ അപ്പൊ നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ സെഷനിലോട്ട് പോവുകയാണ്. സോ ക്യാമൊക്കെ ഒന്ന് ഓണാക്കി വെച്ചിരുന്നത് നന്നായിരുന്നു, നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ മാക്സിമം ഒന്ന് ക്യാം ഓൺ ആക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാം, BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് ആണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. അപ്പൊ BA PSH എന്നാണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം കോഡ് വരുന്നത് കേട്ടോ. സോ നമ്മുടെ പ്രോഗ്രാം കോഡ് ഒരിക്കലും നിങ്ങൾക്ക് അറിയില്ല എന്നൊന്നും പറയരുത്. നമ്മുടെ പ്രോഗ്രാം കോഡ് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. എക്സാംസിനൊക്കെ വരുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെയാണ് പലരും പ്രോഗ്രാം കോഡൊക്കെ ഏതാ എന്നൊക്കെ ചോദിച്ചിട്ട് വരിക. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ദെൻ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ഒരു ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ 1985 ഒരു പാർലമെന്ററി ആക്ടോട് കൂടിയിട്ട് നിലവിൽ വന്നിട്ടുള്ളതാണ് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റി. ഇത് മെയിൻ ആയിട്ടും ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ രീതിയിലുള്ള ആളുകൾക്കും, അതായത് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം പല രീതിയിലുള്ള ഒരു ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണല്ലോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിപ്പോ ഒരു നമ്മുടെ വരുമാനത്തിന്റെ ബേസിലാണെങ്കിലും മറ്റും എന്തിന്റെ ബേസിലാണെങ്കിലും ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. സോ എല്ലാ രീതിയിലും വരുന്ന ആളുകൾക്കും ഹയർ എഡ്യൂക്കേഷൻ സാധ്യമാകണം എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നത്. സോ ഈ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ നല്ല വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് നമ്മുടെ ഇഗ്നോ എന്ന് പറയുന്നത്. സോ നിങ്ങൾ പലർക്കും ഫസ്റ്റ് സെഷൻ സമയത്തൊക്കെ ചോദിച്ചിരുന്നു, നമുക്ക് എഴുതുന്ന PSC UPSC എക്സാംസിനൊക്കെ വാലിഡ് ആണോ എന്നുള്ളത്. തീർച്ചയായിട്ടും വാലിഡ് ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് കൺട്രോളിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നോമിനൽ VC ആയിട്ട് വരുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി ആയിരിക്കും കേട്ടോ. നമ്മുടെ വൈസ് ചാൻസലർ ആയിട്ട്, യൂണിവേഴ്സിറ്റിയുടെ നോമിനൽ വൈസ് ചാൻസലർ ആയിട്ട് വരുന്നത്. മാത്രമല്ല നാക്ക് ഡയറക്ട്ലി നമുക്ക് AA+ഓട് കൂടിയ ഗ്രേഡ് ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. ഇത് ഈ പറഞ്ഞ നിങ്ങളുടെ ഈ എക്സാംസിന് എല്ലാ വിധത്തിലും സെൻട്രൽ അതുപോലെ സ്റ്റേറ്റ് നടത്തുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇത് വാലിഡ് ആണ്. ഇവിടുന്ന് ഡിഗ്രി എടുത്താലും PG എടുത്താലും ഒക്കെ കേട്ടോ. സോ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും നമ്മൾക്ക് ഇഗ്നോ ഓഫർ ചെയ്യുന്ന പല കോഴ്സുകളിലും കാണാനായിട്ട് സാധിക്കും. സോ ഇഗ്നോയില് നമുക്ക് കോഴ്സുകളെല്ലാം ഓഫർ ചെയ്യുന്നത് പലതരം സ്കൂൾസ് ആണ്. ഇപ്പൊ സ്കൂൾ ഓഫ് ആർട്സ്, സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, സ്കൂൾ ഓഫ് സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്കൂൾസ് ഉണ്ട്. സോ അതില് BA പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട് ആദ്യം ഓഫർ ചെയ്തിരുന്നത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് ആയിരുന്നു. ആ സമയത്ത് ഈ ഒരു കോഴ്സിനെ നമ്മൾ ഒരു ആർട്ട് സ്ട്രീമിലായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ 2022 കൂടിയിട്ട് 2021 ആ ഒരു ലാസ്റ്റ് ഒരു ഡിസംബർ ആ ഒരു സെഷനോട് കൂടിയിട്ട് വരുമ്പോൾ ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസും ഹ്യൂമാനിറ്റീസും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ്. സോ ഇതൊരു ഹോണേഴ്സ് എന്ന വിഭാഗത്തിലോട്ടാണ് ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന 3 ഇയർ കോഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 3 ഇയർ കോഴ്സിൽ തന്നെ BA പൊളിറ്റിക്കൽ സയൻസ് ഹോണേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇതിന്റെ ഒരു ടെർമിനോളജി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു കോഴ്സ് ടെർമിനോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന നമ്മുടെ പഠിക്കുന്ന ആ ഒരു സ്ട്രീമാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. കോഴ്സ് എന്ന് നമ്മൾ ഇതിൽ പറയുന്നത് മെയിൻ ആയിട്ടും ഇവിടെ മെൻഷൻ ചെയ്യുന്നത് എന്താണ്, നമ്മൾ പഠിക്കുന്ന ആ ഒരു കോഴ്സസ് ഉണ്ട്, അതായത് അതിൽ പഠിക്കുന്ന ഓരോ പേപ്പറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഴ്സസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. സോ ഓരോ കോഴ്സും എങ്ങനെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി നമുക്ക് പഠിക്കാനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്കുകളായിട്ടും ബ്ലോക്സിന്റെ ഉള്ളിൽ എന്താണ് യൂണിറ്റ്സ് ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സബ്ജക്ട് നോക്കുമ്പോൾ ആ സബ്ജക്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓരോ ബ്ലോക്സ് ആയിട്ടും അതിന്റെ ഉള്ളിൽ വരുന്ന കണ്ടന്റ്സിനെ നമുക്ക് യൂണിറ്റ്സ് ആയിട്ടും കാണുന്നുണ്ടാവും. അപ്പൊ ഒട്ടുമിക്ക സബ്ജക്ട്സുകൾക്കും ഒരു 4 ബ്ലോക്കും അതിന്റെ ഉള്ളിൽ ഒരു 3 4 കൂടിയാൽ 5 6 യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മുടെ ആ ഒരു കോഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഒരു സ്റ്റുഡന്റിന്റെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണ്. അപ്പൊ എന്താണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സബ്ജക്ട് തെരഞ്ഞെടുത്തിട്ട് ഒരു ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ ബേസിൽ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കും അല്ലെ. ആ ചെലവഴിക്കുന്ന സമയത്തെ യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യുന്നത് ക്രെഡിറ്റ്സ് ആയിട്ടാണ്. അല്ലെങ്കിൽ ആ ഒരു സമയത്തിനൊരു റിവാർഡ് എന്നുള്ള പോലെയാണ് നമുക്ക് ക്രെഡിറ്റ്സ് തരുന്നത്. സോ ഒരു ക്രെഡിറ്റ് നമ്മൾ കിട്ടാനായിട്ട് നമ്മൾ 30 മണിക്കൂർ പഠിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മുടെ സബ്ജക്ട്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് 3 വർഷങ്ങളിലായിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പഠനം എന്ന് ഉദ്ദേശിക്കുന്നത് ഇല്ലെങ്കിൽ 30 hours ഓഫ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് മാത്രം വായിക്കലല്ല, മറിച്ച് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ വായിക്കുക ന്യൂസ് പേപ്പറിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കാണുക, ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റഡി സെന്റേഴ്സ് വെക്കുന്ന നമ്മുടെ ഈ സ്റ്റുഡന്റ് കൗൺസിലിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെ ഈ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ ഈ ഒരു പ്രോഗ്രാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 3 വർഷത്തെ ഡ്യൂറേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി നമുക്കൊരു റിലാക്സേഷൻ ഉണ്ട്. നമുക്കൊരു 6 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി, ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ മതി. അതിന്റെ ഇടയിൽ നമുക്ക് എന്ത് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും 6 വർഷത്തിന്റെ ഉള്ളിൽ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഇതിന്റെ ഒരു രജിസ്ട്രേഷൻ അത്രയും നാൾ വാലിഡ് ആണ്. പക്ഷെ നമുക്ക് 3 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാട് പാരാമീറ്റേഴ്സിലൂടെ അളക്കുന്നതാണ്. സ്റ്റുഡൻസിന്റെ എല്ലാ വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ നമ്മൾ അതൊക്കെ ഇൻക്ലൂഡ് ആവുന്നതാണ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടോട്ടൽ കോഴ്സ് എന്ന് പറയുന്നത് 26ഉം ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 148ഉം ഡ്യൂറേഷൻ 3 years ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കോഴ്സിൽ നമുക്ക് മെയിൻ ആയിട്ടും 14 കോർ കോഴ്സുകളും അതുപോലെ തന്നെ 4 ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സും 4 ജനറിക് എലക്ടീവ്സും 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസും 2 സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളാണ് ഉള്ളത്. സോ അതിന്റെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 8 കോഴ്സാണ് ടോട്ടലി പഠിക്കാനുള്ളത്. അതായത് 8 പേപ്പർ പഠിക്കാനുണ്ട്. ടോട്ടൽ 44 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. സെക്കൻഡ് ഇയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 10 കോഴ്സസ് പഠിക്കാനുണ്ട്. ടോട്ടൽ ക്രെഡിറ്റ് 56 ആണ്. തേർഡ് ഇയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ടോട്ടൽ കോഴ്സസ് എന്ന് പറയുന്നത് 8 ആണ്. ടോട്ടൽ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 48 ആണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കോർ കോഴ്സസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റു പല കോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ കോർ കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ടും നമ്മുടെ 3 വർഷങ്ങളിലായിട്ട് പഠിക്കുന്ന പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് ആണ് നമ്മൾ കോർ കോഴ്സുകളിൽ പഠിക്കുന്നത്. സോ ഈ ഒരു 3 വർഷമായിട്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 4 കോർ കോഴ്സുകളും അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ നമുക്ക് 6 കോർ കോഴ്സും അഗെയിൻ തേർഡ് ഇയറിൽ നമുക്ക് വീണ്ടും 4 കോർ കോഴ്സും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ ഇതെല്ലാം തന്നെ നമ്മുടെ സബ്ജക്റ്റ് ബേസ് ചെയ്ത് വരുന്ന കോഴ്സുകളാണ്. നമ്മൾ ഡയറക്ട്ലി നമ്മുടെ സബ്ജക്റ്റുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡെപ്ത് നോളജ് നമ്മുടെ സബ്ജക്റ്റിൽ തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കോർ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടി നമുക്ക് ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ സബ്ജക്റ്റിൽ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ തരാൻ, അതായത് നമ്മുടെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയാസിനെയും കോൺസെപ്റ്റ്സിനെയും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ കുറച്ചും കൂടി വളരെ നല്ല രീതിയിൽ നമുക്ക് നാഷണൽ ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടും റീജിയണൽ ആയിട്ടും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള കോഴ്സുകളാണ് ഈ കോർ കോഴ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ, പക്ഷെ അതിലൊരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് നമുക്ക് ആ ഒരു കാര്യത്തെ പറ്റി നമുക്ക് അത്യാവശ്യം അറിയാനായിട്ടും ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ പേപ്പറുകളാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് വരുന്നത് ലാസ്റ്റ് ഇയറിലാണ്, 5th സെമിസ്റ്ററിലും 6th സെമിസ്റ്ററിലും ആയിട്ട്. സോ ഇവിടെ നോക്കി നോക്കൂ, ഗാന്ധി ആൻഡ് ദ കണ്ടംപററി വേൾഡ്. സോ നമുക്ക് ഗാന്ധിജിനെ പറ്റിയിട്ട് അത്യാവശ്യം നമ്മുടെ മീൻസ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇൻഡെപ്ത് ആയിട്ട് അങ്ങനെയുള്ള കുറച്ച് പേപ്പറുകൾ പഠിക്കുന്നതാണ് നമ്മുടെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എന്ന് പറയുന്നത്. സോ ഇനി ഒരു 2 സെറ്റ് ഓഫ് കോർ കോഴ്സുകളും അതുപോലെ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എന്ന് പറയുന്ന കോഴ്സുകൾ നമുക്ക് യൂണിവേഴ്സിറ്റി അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത് വളരെ ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ സബ്ജക്ട് നോളേജിനെ അറിയുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ദെൻ
പിന്നെ വരുന്നത് നമുക്ക് ജനറിക് എലക്ടീവ്സ് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി എലക്ടീവ്സ് ആണ്. അതായത് നമുക്ക് ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പല ഡിസിപ്ലിൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കാം. നമ്മളിവിടെ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള ഒരു സബ്ജക്റ്റിൽ അത്യാവശ്യം ഡീപ്പ് നോളേജ് നമ്മൾ കോഴ്സായിട്ടും ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് ആയിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി മറ്റു പല സബ്ജക്ട്സ്, അതായത് സോഷ്യോളജി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബേസിൽ തന്നെ റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റു പല സബ്ജക്ട്സിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 4 എലക്ടീവ്സ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇങ്ങനെ 2 എലക്ടീവും വരുന്നുണ്ട്. സെക്കൻഡ് ഇയറിൽ നമുക്ക് വീണ്ടും ഒരു 2 എലക്ടീവ് വരുന്നുണ്ട്. സോ അങ്ങനെയാണ് ആ കോഴ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കമ്പൽസറി ആയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട 2 കോഴ്സുകളാണ്. സോ ഇത് ഫസ്റ്റ് ഇയറിലാണ് നമുക്ക് വരുന്നത്. അതിലൊന്നാണ് എൻവയറമെന്റൽ സ്റ്റഡീസ്, ദെൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ നമുക്ക് സെക്കൻഡ് ഇയറിൽ തന്നെ വീണ്ടും വരുന്ന കോഴ്സാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇവിടെ വരുന്നത് ടൂറിസം ആന്ത്രോപോളജി, ടെക്നിക്സ് ആൻഡ് എത്നോഗ്രാഫിക് ഫിലിം മേക്കിംഗ്. സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതായത് നമുക്ക് ഈ ഒരു പഠനത്തോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്നത് ഒരു ആർട്സ് സബ്ജക്റ്റ് ആണ്. സോ നമുക്ക് ഇതിലൊരു നമ്മുടെ സ്കിൽ എബിലിറ്റിയോ ഇല്ലെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടച്ച് കിട്ടുന്ന ഒരു കോഴ്സുകളും നമ്മൾ ഇതുവരെയുള്ളതിൽ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല. സോ ആ ഒരു ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമുക്കൊരു സ്കിൽ എബിലിറ്റി നമ്മുടെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സെറ്റ് ഓഫ് കോഴ്സുകൾ യൂണിവേഴ്സിറ്റി നമുക്ക് ഓഫർ ചെയ്യുന്നത്. സോ ഈ കോഴ്സുകളിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഓരോ ഇയർ അനുസരിച്ചും ഓരോ സെമസ്റ്റർ അനുസരിച്ചിട്ടും വരാം. സോ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ റീ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് കോഴ്സുകൾ മാറ്റി ചേഞ്ച് ചെയ്ത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഇയർ, ഇപ്പൊ ഞാൻ കുറെ കോഴ്സുകൾ പറഞ്ഞു, അതുപോലെ തന്നെ കുറെ പേരുകളൊക്കെ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ശരിക്കും എന്താണ് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊരു സിലബസ് ഓവർവ്യൂ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. കോർ കോഴ്സുകൾ നമുക്ക് എന്താണ് 4 എണ്ണം പഠിക്കാനായിട്ടുണ്ട് അല്ലെ. BPSC 101, 102, 103, 104 എന്ന് പറയുന്ന 4 പേപ്പർ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അത് വരുന്നത് 6 ക്രെഡിറ്റിനാണ്, അതായത് 100ലാണ് അതിന്റെ എക്സാം നമ്മൾ എഴുതേണ്ടതായിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ആയിട്ടുള്ള എൻവയറമെന്റൽ സ്റ്റഡീസും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അത് നമുക്ക് 4 ക്രെഡിറ്റിനെ വരുന്നുള്ളൂ. അത് നമുക്ക് എത്രയാണ് 50ലാണ് അതിന്റെ മാർക്ക് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ ജനറിക് എലക്ടീവ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതും നിങ്ങൾ ഇവിടെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്നതിലെയും 2 കോഴ്സുകളാണ് ഇന്ത്യൻ സൊസൈറ്റി, ഇമേജസ് ആൻഡ് റിയാലിറ്റി, അതേപോലെ തന്നെ ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്നുള്ളത്. ബാക്കി ഇത് നിങ്ങൾക്ക് എലക്ട് ചെയ്യാവുന്ന മറ്റ് പേപ്പേഴ്സ് ആണ് കേട്ടോ ഇതിൽ കിടക്കുന്നത്. സോ അങ്ങനെ ടോട്ടലി 8 പേപ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സബ്ജക്റ്റും എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കോർ കോഴ്സിന് തുടങ്ങാം. അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറി, BPSC 101, 6 ക്രെഡിറ്റ്സിനാണ് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു പേപ്പറിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് പൊളിറ്റിക്കൽ തിയറീസ് എന്താണ്, ദെൻ ഓരോ പൊളിറ്റിക്കൽ തിയറീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഇല്ലെങ്കിൽ ഒരു മീൻസ് പൊളിറ്റിക്കൽ ബിഹേവിയറിനെ പറ്റി നമ്മൾ പഠിക്കുക, ദെൻ അതിന്റെ ഒരു മീൻസ് അതിനെ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കുക, ആ ഐഡിയാസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള പഠനത്തെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഡെമോക്രസി, ഇക്വിറ്റി, ജസ്റ്റിസ് ഇങ്ങനെയുള്ള വാല്യൂസിനെയൊക്കെ വെച്ചിട്ട് ചുറ്റും നടക്കുന്ന ആ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഓരോരോ മീൻസ് എന്താ പറയാ സ്കോളേഴ്സ് പഠിച്ചിട്ട് അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. സോ പല സമയത്തും പൊളിറ്റിക്കൽ തിയറീസിന്റെ ബേസിലാണ് പല സ്ഥലങ്ങളിലും എന്താണ് മീൻസ് നമ്മുടെ മീൻസ് ഭരണങ്ങൾ നടക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ലോസ് ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോ നിർമ്മിക്കുന്നതും കാര്യങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പലപ്പോഴും ബേസ് ചെയ്തിരിക്കുന്നത് ഈ പൊളിറ്റിക്കൽ തിയറീസിന്റെ ബേസിസിലാണ്. സോ ഈ എന്താണ് പൊളിറ്റിക്കൽ തിയറീസ് എന്നും അതേപോലെ തന്നെ ഇതിലുള്ള പലതരത്തിലുള്ള അപ്രോച്ചസ്, ദെൻ ഇതിൽ വരുന്ന മീൻസ് ഓരോരോ നമ്മുടെ ആളുകളുണ്ടല്ലോ, ലൈക്ക് ഓരോരോ തിങ്കേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസ് പൊളിറ്റിക്കൽ തിയറീസിൽ ഓരോരോ കാലങ്ങൾക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്നും, ദെൻ എങ്ങനെയാണ് ഡെമോക്രസി പോലെയുള്ള ഐഡിയാസ് ഉയർന്നു വന്നിട്ടുള്ളതോ ചിന്തകന്മാർക്കിടയിൽ, ദെൻ അവരെങ്ങനെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു തിയറി പേപ്പർ ആണ്. നമ്മൾ കറക്റ്റ് ഒരു മീൻസ് നമ്മുടെ സബ്ജക്റ്റിന്റെ ഒരു ബേസിക് തിയറീസ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ആൻഡ് ഡെമോക്രസി ഇൻ ഇന്ത്യ, BPSC 102, ഇത് 6 ക്രെഡിറ്റിനാണ് വരുന്നത്. സോ ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എമേർജ് ചെയ്ത് വന്നതിനെ പറ്റിയിട്ടാണ്. നമുക്ക് അറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ സുപ്രീം
ലോ എന്ന് പറയുന്നത് അല്ലെ. സോ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം ബിഗ്ഗസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ആയിട്ടാണ് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഒരുപാട് ദിനരാത്രങ്ങളുടെ ഒരു കഷ്ടപ്പാടാണ് ശരിക്കും നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നുള്ള രീതിയിൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എത്തിക്കുക എന്നുള്ളത്. സോ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മുടെ രാജ്യം എങ്ങനെ ഭരിക്കണം, നിയമനിർമ്മാണം എങ്ങനെ നടത്തണം, അല്ലെങ്കിൽ ആര് നമ്മളെ ഭരിക്കണം, എങ്ങനെയൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസ് എങ്ങനെയാണ് വേണ്ടത്, ഇതിൽ ഒരു നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ, നമ്മുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, പോളിസി, സ്റ്റേറ്റ് പോളിസി, ഈ വക സംഭവങ്ങളൊക്കെ നമ്മളെ ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം, എന്തിനു ഭരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഒരു മീൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം, അതായത് ഡെമോക്രസിയുടെ ബൈബിൾ എന്നൊക്കെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറയുന്നത്. സോ അങ്ങനെയുള്ള സംഭവമാണ് ഈ എങ്ങനെ ഇന്ത്യയിൽ വന്നു, എങ്ങനെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കിംഗ് വന്നു, അതിന് ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസ് എങ്ങനെയൊക്കെയാണ്, ദെൻ ഫിലോസഫിക്കൽ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രിയാമ്പിൾ എങ്ങനെയാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ മെയിൻ ആയിട്ടും സെഷൻസും സ്കെഡ്യൂൾസും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് UPSC PSC എക്സാംസിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു പേപ്പറാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദെൻ ഈ ഒരു സംഭവം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ലൈക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ് ഈ ഒരു പേപ്പറിൽ. കണ്ടോ, ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് ഡീൽ ചെയ്യാനായിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് വീണ്ടും ഒരു തിയറി പേപ്പർ തന്നെയാണ്, പൊളിറ്റിക്കൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് 6 ക്രെഡിറ്റിന് വരുന്നത്. സോ ഇവിടെ ഓരോ പൊളിറ്റിക്കൽ തിയറീസും നമ്മൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വാല്യൂസും നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിയോ അല്ലെങ്കിൽ ഒരു കൺട്രിയോ അല്ലെങ്കിൽ ഒരു നാഷനോ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഭരണ വ്യവസ്ഥയോ ആയിരുന്നില്ല പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്തായിരുന്നു, രാജഭരണമായിരുന്നു, പല രീതിയിലുള്ള ഭരണങ്ങളായിരുന്നു അല്ലെ. സോ അതിൽ നിന്നും ഒരുപാട് വാല്യൂസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഡെമോക്രസി എന്ന് പറയുന്ന രീതിയിലോട്ട് എന്ത് വരുന്നത്, ഒരു ഭരണം വരുന്നത്. സോ അതിൽ ഉയർന്നു വന്നിട്ടുള്ള വാല്യൂസ് ആണ് ലിബർട്ടി എന്ന് പറയുന്നത്, ഇക്വാലിറ്റി എന്ന് പറയുന്നത്, ജസ്റ്റിസ് എന്ന് പറയുന്നത്, റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഇങ്ങനെ ഉയർന്നു വന്നു, ഇതിന്റെ ഐഡിയാസ് ഒക്കെ എവിടെ നിന്ന് വന്നു, ഇനി ഇത് ആര് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, ദെൻ എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പൊ ഇതിൽ പല സ്ഥലത്തും പല ഡിബേറ്റ്സും വരുന്നുണ്ട്. ഇപ്പൊ ലിബർട്ടി എന്ന് പറയുന്ന കാര്യം, ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ, ലിബർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം സ്വാതന്ത്ര്യം, ആ ഒരു വേർഷൻ വരുമ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും. ഇപ്പൊ നമുക്ക് എന്റെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ ചിലപ്പോൾ എന്താണ് അസ്വാതന്ത്ര്യമായിരിക്കും, ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റാൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതിനൊക്കെ ബേസ് ചെയ്ത് വരുന്ന ഡിബേറ്റ്സും കാര്യങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് പറയുന്നത് പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ എന്നാണ് നെക്സ്റ്റ് വരുന്നത്. ഇതും 6 ക്രെഡിറ്റ്സിനാണ് വരുന്നത്. സോ ഇവിടെ എങ്ങനെയാണ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസും പാർട്ടി സിസ്റ്റവും എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജസ്റ്റ് അത് എങ്ങനെയാണ് അതിന്റെ ഒരു നേച്ചർ എന്താണെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ വോട്ടിംഗ് ബിഹേവിയർ എങ്ങനെയാണ്, നമ്മുടെ ഡെമോക്രസി സ്റ്റിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്കറിയാം അല്ലെ, ഇന്ത്യയിലെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നടന്നിരിക്കും. സോ അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. പിന്നെ എന്താണ് റീജിയണൽ ആയിട്ടുള്ള ആസ്പിറേഷൻസും മൂവ്മെന്റ്സും എങ്ങനെ ഏതൊക്കെയാണ് ആ ഒരു സമയങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നെ റീജിയൻസ് ആൻഡ് പൊളിറ്റിക്സ്, ഓരോ റീജിയൻസിനും ഓരോ രീതിയിലുള്ള പൊളിറ്റിക്സ് ആണ്. മെയിൻ ആയിട്ടും പല റീജിയൻസ്, ഇപ്പൊ ജമ്മു കാശ്മീർ നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ജമ്മുവിൽ ഉള്ളത്. എങ്ങനെയാണ് നമുക്കുള്ള എല്ലാവരുടെക്കാളും കുറച്ചും കൂടി പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും. അതിനെതിരെ എന്ത് വന്നു, ആ ഒരു പദവി എടുത്തു കളയാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഓരോ സ്ഥലങ്ങളിലും എങ്ങനെയാണെന്നുള്ളത്. ഈ സെക്യുലറിസം എന്ന് പറയുന്ന കോൺസെപ്റ്റും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വിവാദപരമായിട്ടുള്ള ഒന്നാണ് അല്ലെ. ഇന്ത്യ ഒരു സെക്യുലർ കൺട്രി എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ അതിന് പല മാനങ്ങളും അതിന്റെ പല ഒരു ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ്, ഇതും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചൂടേറിയ വിഷയമാണ് കാസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു, വായിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആൻസർ ഷീറ്റിന്റെ ഇടയിൽ എഴുതാൻ, മീൻസ് ആൻസറിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് ഇന്ത്യയിലെ രാഷ്ട്രീയ പശ്ചാത്തലം ആണ് നമ്മൾ, അതിന്റെ ഒരു ബേസ് എങ്ങനെയാണ്, ഹൗ പൊളിറ്റിക്കലി ഇന്ത്യ ഈസ് ബീങ്, ഇതാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അത്രയും കോർ പേപ്പർ, അതായത് 4 നമ്മുടെ കോർ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ പോകുന്നത് ജനറിക് കളക്റ്റീവ് ആണ്. സോ ഈ ഒരു ജനറിക് കളക്റ്റീവ് എന്ന് പറയുന്നത് 6 ക്രെഡിറ്റ്സിനാണ് വരുന്നത്. അപ്പൊ അതിലൊന്ന് ഇന്ത്യൻ സൊസൈറ്റി, ഇമേജസ് ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്ന പേപ്പറാണ്. ഇത് സോഷ്യോളജി ബേസ്ഡ് ആയിട്ടുള്ള പേപ്പറാണ്. സോ ഇവിടെ നമ്മൾ സിവിക്സ് ആണ് മെയിൻ ആയിട്ടും പഠിക്കുന്നത്. ഇവിടെ ഓരോ സമയത്തും എങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സമൂഹത്തിലെ കൾച്ചർ എങ്ങനെയാണ്, ഫാമിലി എങ്ങനെയാണ്, മാരേജ് എങ്ങനെയാണ്, കാസ്റ്റ് എങ്ങനെയാണ്, ലാംഗ്വേജ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിൽ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ
നെക്സ്റ്റ് വരുന്നത് ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പേപ്പറാണ്. സോ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് മീൻസ് സ്ത്രീകൾക്കെതിരെയുള്ള മീൻസ് വയലൻസ് എങ്ങനെയാണ് സൊസൈറ്റിയിൽ വരുന്നത്, ഡിസ്ക്രിമിനേഷൻ എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരിക്കുന്നത്, ദെൻ അതിനെതിരായിട്ടുള്ള ആക്ഷൻസ് എങ്ങനെയാണ് എടുക്കേണ്ടത്, ദെൻ അതിനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ലോസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള, ദെൻ അവരെ എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. ഇതും 6 ക്രെഡിറ്റ്സിനാണ്. സോ നമ്മുടെ ഈ പേപ്പേഴ്സ്, നമ്മുടെ 6 പേപ്പേഴ്സും വരുന്നത് ഈ പറഞ്ഞ 6 പേപ്പറുകളും നമുക്ക് 6 ക്രെഡിറ്റ്സിന്റെ പേപ്പേഴ്സ് ആണ്. സോ നമുക്ക് അത് 100ലാണ് അതിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സുകളാണ്. സോ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻവയറമെന്റൽ സ്റ്റഡീസ് ആണ്. സോ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നമുക്കറിയാം, വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രകൃതി എന്നും, എന്തൊക്കെയാണ് നമ്മുടെ പ്രകൃതിയുടെ കോമ്പണൻസ് എന്നും, ദെൻ എങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ത്രെറ്റ്സ് ആണ് നമ്മുടെ എൻവയറമെന്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും, ഏതൊക്കെ രീതിയിലുള്ള പൊല്യൂഷൻസ് ആണെന്നും, ദെൻ ഈ പൊല്യൂഷനെ തടയാനുള്ള മാർഗങ്ങൾ എങ്ങനെയാണെന്നും, അതേപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ലോസ് ഏതൊക്കെയാണെന്നും ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പേപ്പർ വളരെ കമ്പൽസറി ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് 4 ക്രെഡിറ്റ്സിനാണ് വരുന്നത്. ഇത് നമുക്ക് ഈ ഒരൊറ്റ പേപ്പർ മാത്രം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് ആണ് വരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ തരും, അതിന് 4 ആൻസർ തരുന്നു, അതിന്റെ റൈറ്റ് ആൻസർ ചൂസ് ചെയ്യാന്നുള്ള രീതിക്ക് PSC പോലുള്ള എക്സാംസിന്റെ ഒരു മോഡലാണ് വരുന്നത്. സോ ഈ ഒരു പേപ്പർ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ PSC UPSCക്ക് എൻവയറമെന്റൽ സ്റ്റഡീസിന്റെ ഒരു നല്ല ഫൗണ്ടേഷൻ ആണ് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. നമ്മളെല്ലാവരും ഒരു ഇനി ഇതൊക്കെ പഠിച്ചിറങ്ങുകയാണ്. ഇപ്പൊ BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളൊരു ഗ്രാജുവേറ്റ് ആയില്ല. സോ ഒരു ഗ്രാജുവേറ്റ് ലെവൽ നെക്സ്റ്റ് നമ്മളൊരു പ്രൊഫഷൻ ആണ് അന്വേഷിക്കുക. സോ അവിടെ നമുക്ക് എന്ത് ആവശ്യമാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു പ്രൊഫഷൻസി ആവശ്യമാണ്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ആണ് ഇത്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് എങ്ങനെയാ, എന്തൊക്കെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, വെർബൽ ആൻഡ് നോൺ വെർബൽ എന്നുള്ള സംഭവങ്ങൾ, അതുപോലെ സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, കോൺവെർസേഷൻ സ്കിൽസ്, ബോഡി ലാംഗ്വേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പേപ്പർ ആയിട്ടാണ് ഇത് വരുന്നത്. ഇതും 4 ക്രെഡിറ്റ്സിനാണ് നമുക്ക് വരുന്നത്. സോ ഇത്രയാണ് നമ്മുടെ സിലബസ് ഓവർവ്യൂ ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം ആണ്. സോ നമുക്കത് പറയാം. ഓക്കെ, അർഷന മാം. യെസ് യെസ് ഓക്കെ, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കിവിടെ കറണ്ട് ഇല്ല. ഇല്ല. ഓക്കെ മാം, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ടൊക്കെ. കറണ്ട് പെട്ടെന്ന് പോയതാണ്, സോറി. സോ എന്തായാലും കാണാലോ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഇല്ല മാം, ഞാൻ കണ്ടിന്യൂ ചെയ്യണോ? കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം, കുഴപ്പമില്ല. എനിക്ക് കറണ്ട് വന്നു. ഓക്കെ, സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. ഓക്കെ നിഖില, താങ്ക് യു സോ മച്ച്. സോ അപ്പൊ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസിനെ കുറിച്ചുള്ള ഐഡിയ ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങളുടെ മെയിൻ പേപ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ എലക്ടീവ് പേപ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 4 കോർ പേപ്പറും അതേപോലെ തന്നെ 4 എലക്ടീവ് പേപ്പറുമാണ് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ പഠിച്ച് നമ്മൾ എക്സാം എഴുതി അതിന്റെ കൂടെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ, നമുക്ക് നമ്മുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഗ്രേഡിംഗ് സിസ്റ്റത്തെ കുറിച്ച് നോക്കാം. അപ്പൊ ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഒന്നെന്താണ്, നമ്മുടെ അസൈൻമെന്റ് ആണ്, അതേപോലെ തന്നെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങളാണ്, ഒന്ന് അസൈൻമെന്റും ഒന്ന് ടേം ആൻഡ് എക്സാമിനേഷനും എന്ന് പറഞ്ഞു. അപ്പൊ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് കോഴ്സിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട തന്നെ ഒരു ഏരിയ ആണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ജസ്റ്റ് ഒരു അസൈൻമെന്റ് എന്ന് എഴുതിയെന്ന്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അസൈൻമെന്റ് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അതേപോലെ ജസ്റ്റ് ഒരു സബ്ജക്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ. അതിന് പകരം ഈ ഒരു നമ്മുടെ കോഴ്സിൽ തന്നെ നമ്മുടെ ടോട്ടൽ മാർക്കിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു കംപ്ലീറ്റ് പേപ്പറിൽ അതിന്റെ ഒരു 30% മാർക്ക് വരുന്നത് അസൈൻമെന്റിനാണ്. അപ്പൊ സോ നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആതിര മാം. ആതിര, ഓക്കെ ഫൈൻ. സ്ക്രീൻ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. സോ അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, അസൈൻമെന്റിന്റെ കാര്യമാണ് അല്ലെ?
അപ്പൊ അസൈൻമെന്റിന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ഒഫീഷ്യലി നമ്മളിപ്പം നമ്മുടെ ലാസ്റ്റ് സെഷൻ ഓഫ് ഓറിയന്റേഷൻ കഴിയുന്നതോടുകൂടി ക്ലാസ്സസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇഗ്നോയിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്യും. നമ്മുടെ അസൈൻമെന്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇഗ്നോ നമുക്ക് റിലീസ് ചെയ്യുന്നത് അസൈൻമെന്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ആൻസർ ചെയ്യുന്ന ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അസൈൻമെന്റ് എഴുതി തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഓരോ അസൈൻമെന്റും വന്നിട്ട് നമുക്ക് 100 മാർക്സിലാണ് അസൈൻമെന്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ 100 മാർക്കിൽ നമ്മൾ 35 മാർക്സ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ആ അസൈൻമെന്റ് പേപ്പറിനകത്ത് പാസ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു 35 മാർക്സ് വാങ്ങിയിട്ട് നമ്മൾ അസൈൻമെന്റിൽ പാസ് ആവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം എഴുതാനും പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഏത് പേപ്പറിലാണ് നമ്മൾ അസൈൻമെന്റ് എഴുതി വെക്കുന്നത് അതിന്റെ എക്സാംസ് മാത്രമേ നമുക്ക് എഴുതാനായിട്ടും പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ അസൈൻമെന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര പേജസ് വേണം, അല്ലെങ്കിൽ എങ്ങനെ എഴുതണം, ഏതൊരു രീതിയിൽ സ്ട്രക്ചർ ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന് ഒരു അസൈൻമെന്റ് ഗൈഡ് ബുക്കും കൂടി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആപ്പിൽ കറക്റ്റ് ആയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സഹായത്തോടു കൂടി നിങ്ങൾക്ക് അസൈൻമെന്റ് കറക്റ്റ് ആയിട്ട് എഴുതാനും അത് കറക്റ്റ് ടൈമിൽ തന്നെ കൊണ്ടുപോയി നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, ഇപ്പൊ ഈ സബ്മിഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ അസൈൻമെന്റ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഏകദേശം ജൂലൈ ബാച്ചിന് മാർച്ച് 30 ആയിരിക്കും യൂണിവേഴ്സിറ്റി തരുന്ന ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം മാർച്ച് ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എല്ലാ പേപ്പേഴ്സിന്റെയും അസൈൻമെന്റിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മൾ നമ്മുടെ സ്റ്റഡി സെന്റർ, ഇപ്പൊ ഓരോരുത്തർക്കും ഒരു സ്റ്റഡി സെന്റർ ആയിരിക്കും. ഇപ്പൊ നിഖിലേക്ക് ഒരു സ്റ്റഡി സെന്റർ ആയിരിക്കും, ജസ്റ്റിനൊക്കെ വേറെ സ്റ്റഡി സെന്റർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാന്നുള്ള കേസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് തരുന്നുണ്ടാവും അല്ലെ. നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ള ഒരു എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് വേണം. പിന്നീട് നമുക്ക് ഒരു റെഫറൻസിന് ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ ഒന്നും കൂടി നമ്മുടെ മാർക്ക് ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റെഫറൻസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് തരുന്നത്. ആ അക്നോളജ്മെന്റ് സ്ലിപ്പ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഒരു സോഫ്റ്റ് കോപ്പി എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ അസൈൻമെന്റ് വെക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഹലോ, അതിരെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് അസൈൻമെന്റ് കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി റിലീസ് ചെയ്യത്തേ ഉള്ളൂ. ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ആയിട്ടില്ല. അതിനുശേഷം നമ്മൾ അസൈൻമെന്റ് ഗൈഡ് ബുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. ഇതാണ് നമ്മുടെ അസൈൻമെന്റിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ ആണ്. ടേം ആൻഡ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഒരു 8 പേപ്പറിന്റെ മാർക്ക് എങ്ങനെയാണ്, എത്ര ക്രെഡിറ്റ് ആണ് വരുന്നത് എന്നൊക്കെ മാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് 100 മാർക്സിന് വരുന്ന പേപ്പേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ 50 മാർക്സിന് വരുന്ന പേപ്പേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ 100 മാർക്സിന് വരുന്ന പേപ്പറിൽ നമുക്ക് എന്ത് വേണം, 35 മാർക്സ് പാസ്സാവാനായിട്ട് വേണം. അതുപോലെ 50ലേക്ക് വരുമ്പോൾ നമുക്ക് 18 മാർക്സ് പാസ്സാവാനായിട്ട് വേണം. അപ്പം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പേപ്പറിലും അതേപോലെ തന്നെ അസൈൻമെന്റിലും പാസ്സാവണം. ഓക്കെ, എഗെയിൻ ദെൻ എന്താ ചെയ്യാ, നമ്മുടെ ഈ ഒരു അസൈൻമെന്റിന്റെ 30%ഉം അതേപോലെ തന്നെ നമ്മുടെ പേപ്പറിന്റെ 70%ഉം കൂടെ ടോട്ടൽ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് 100ലേക്ക് നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ്സ് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ അസൈൻമെന്റിൽ സെപ്പറേറ്റ് ആയിട്ട് പാസ് ആവണം, അതേപോലെ നമ്മുടെ പേപ്പറിനകത്തും സെപ്പറേറ്റ് ആയിട്ട് പാസ് ആവണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് എലക്ടീവ്സ് അടക്കം നിങ്ങളുടെ ഈ 8 പേപ്പേഴ്സും കറക്റ്റ് ആയിട്ട് പഠിച്ച് നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനോട് കൂടി അടുത്ത ജൂണിലായിരിക്കും നിങ്ങൾക്ക് ജൂലൈ ബാച്ചിന് എക്സാം ഉണ്ടാവുക. കറക്റ്റ് ആയിട്ട് ജൂണിൽ തന്നെ എക്സാം നടക്കും. അപ്പൊ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതുക എന്നുള്ളതാണ്. ഇൻ കേസ് ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ എക്സാം എഴുതാനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അബ്രോഡ് ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ എക്സാം ഒന്ന് ഡിസംബറിലേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കാനും പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം കേട്ടോ. അസൈൻമെന്റ് റിലേറ്റഡ് ആയതായാലും അതേപോലെ തന്നെ എക്സാം റിലേറ്റഡ് ആയ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കുക. നിങ്ങളുടെ ഗ്രേഡ് സിസ്റ്റം ആയാലും എന്ത് വേണമെങ്കിലും ചോദിക്കാൻ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ഒരു ഡൗട്ടും ഇല്ല?
എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണോ? സിലബസ് ക്ലിയർ ആണ്, അതേപോലെ അസൈൻമെന്റ് ആൻഡ് എക്സാമിനേഷന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ? ഹലോ, നമുക്കപ്പോ ഇന്നത്തെ ആക്ഷൻ ടാസ്കിലേക്ക് പോയാലോ? ഓക്കെ ഓക്കെ ഓക്കെ, കാണുന്നുണ്ടോ ഞാൻ ഷെയർ ചെയ്തത്? കാണാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിതിനെ നെക്സ്റ്റ് ഓക്കെ ആക്ഷൻ മാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമോ? ചിലപ്പോൾ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ, യെസ് യെസ്. അപ്പം ഇതുവരെയുള്ള ആക്ഷൻ ടാസ്കുകളൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്ത് മെന്ററിന് അയച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ അടുത്ത ഇന്നത്തെ സിലബസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ആക്ഷൻ ടാസ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇമാജിൻ ദാറ്റ് യു ആർ the class teacher of a BA politics batch. Prepare a good plan or timetable of first year subjects of for your students in order to make their studies better. അപ്പൊ നിങ്ങൾ ഇത്രയും നേരം ക്ലാസ്സസ് കേട്ടു, ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു BA പൊളിറ്റിക്സ് ബാച്ചിന്റെ ക്ലാസ് ടീച്ചർ ആണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, സപ്പോസ് നിങ്ങൾ അങ്ങനെ വിചാരിക്കുക നിങ്ങൾ ടീച്ചർ ആണെന്ന്. അപ്പൊ നിങ്ങൾ ഈ ഫസ്റ്റ് ഇയർ ബാച്ചിലർ സ്റ്റുഡൻസിന് അവർക്ക് ബെറ്റർ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ ഏതൊക്കെയാണ് 8 പേപ്പർ, ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങളുടെ ആക്ഷൻ ടാസ്ക്. ഓക്കെ, അപ്പൊ അതിനകത്ത് കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യേണ്ടതുണ്ട്. മെൻഷൻ ദ BA പൊളിറ്റിക്സ് ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ്. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്തൊക്കെ പറയണം? നമ്മുടെ ഫസ്റ്റ് ഇയർ BA പൊളിറ്റിക്സിന്റെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. അതേപോലെ ഓരോ സബ്ജക്ട്സിനും എത്ര ടൈം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പറയണം. then you can also യൂസ് ക്രിയേറ്റീവ് ഐഡിയാസ്. ഓക്കെ, എന്തെങ്കിലും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരേ ഐഡിയാസ് ആയിരിക്കും ഉണ്ടാവില്ല, ഓരോരുത്തർക്കും ഓരോ ഐഡിയാസ് ആയിരിക്കും, ഓരോ രീതിയായിരിക്കും പഠിക്കുന്നതിനും ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിനും എല്ലാ കാര്യത്തിനും. നമ്മൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് പലരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏറ്റവും എത്ര ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റും അത്രയും ഭംഗിയാവുന്ന രീതിയിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ട് അത് ചെയ്തിട്ട് നിങ്ങളുടെ മെന്ററിന് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ആരെങ്കിലും ഇതുവരെയുള്ള ആക്ഷൻ ടാസ്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഇതിന്റെ കൂടെ ചെയ്തിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ മെന്ററിന് ഷെയർ ചെയ്യാം കേട്ടോ. സോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വേറെ എന്തെങ്കിലും? ആർക്കും ഒരു ഡൗട്ടും ഇല്ല? ആർക്കും ഒരു ഡൗട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല. ഇനിയിപ്പോ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് പിന്നീട് ഡൗട്ട്സ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്ററിനോട് ചോദിക്കാം. അപ്പം വേറെ ഡൗട്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ആൻഡ് ഗുഡ് നൈറ്റ് എവരിവൺ.